إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് നേരെയുള്ള ഒരു വഴി വരച്ചു കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാകുന്നു അള്ളാഹുവിൻ്റെ മാർഗം. ثم خط خطوطا عن يمينه وعن شماله, അതിനുശേഷം അവിടുന്ന് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ചില വരകൾ വരക്കുകയുണ്ടായി. ثم قال, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതാകുന്നു വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ, വഴികൾ. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈ, ആ വഴികളിലെ ഓരോ വഴിയിലും അതിലേക്ക് ക്ഷണിക്കുന്ന പിശാചുണ്ടായിരിക്കും. ثم قرأ, എന്നിട്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ഇതാകുന്നു എൻ്റെ മാർഗം, നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വളവില്ലാത്ത എൻ്റെ മാർഗം ഇതാകുന്നു. അതുകൊണ്ട് ആ മാർഗം, ആ വഴി, അത് നിങ്ങൾ പിന്തുടരുക. അഥവാ നേരത്തെ കാണിച്ചു കൊടുത്ത നേരെയുള്ള വഴി, അതാണ് സിറാത്തുൽ മുസ്തഖീം. അതിനുശേഷം വരച്ച വ്യത്യസ്തങ്ങളായ വരകൾ, അതാകുന്നു സുബുൽ. അതുകൊണ്ട് വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ ആ വ്യത്യസ്തങ്ങളായ സിറാത്തുൽ മുസ്തഖീമിന് വിരുദ്ധമായ വഴികളിലൂടെ സഞ്ചരിക്കരുത്, അത് പിന്തുടരരുത്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, യഥാർത്ഥ നേരായ സിറാത്തുൽ മുസ്തഖീം എന്ന പാതയിൽ നിന്നും അത് നിങ്ങളെ തെറ്റിച്ചു കളയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്താണ് സിറാത്തുൽ മുസ്തഖീം? അവിടുന്ന് പറഞ്ഞു, തറകനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അദ്നാഹു വതറഫഹുൽ ആഖറു ഫിൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഒരു വഴിയിൽ
വിട്ടേച്ചു പോയിരിക്കുന്നു. അതിൻ്റെ അങ്ങേയറ്റമെന്നാൽ സ്വർഗമാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. അഥവാ അവിടുന്ന് വരച്ചു കാണിച്ച, അവിടുന്ന് പഠിപ്പിച്ച മാർഗമേതോ അതിലൂടെ സഞ്ചരിച്ചാൽ അതിൻ്റെ മറുവശം അങ്ങേയറ്റം സ്വർഗമായിരിക്കും. അതാണ് സിറാത്തുൽ മുസ്തഖീം. സഹോദരങ്ങളെ, ഈ ആമുഖം പറഞ്ഞു വച്ചത് നേരായ പാതയ്ക്ക് വേണ്ടി 5 നേരത്തെ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സിറാത്തുൽ മുസ്തഖീമിന് വിരുദ്ധമായ ഒരു വിശ്വാസമോ ഒരു കർമ്മമോ ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ ഒരു പ്രസ്താവനകളോ ഒരു നിലപാടുകളോ ഒരു സംസാരങ്ങളോ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ചെന്നു പതിക്കുമ്പോൾ, അവിടെ നാശം വിതക്കുമ്പോൾ, അതൊരിക്കലും ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ അവൻ്റെ അഖീദ തകർന്നു പോകുന്ന മിസൈലുകളായി തീരരുത്. സഹോദരങ്ങളെ, ഏതാണ് ഈ 2 കക്ഷികൾ? ഒന്ന് ജൂതന്മാർ, ജൂതരാഷ്ട്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ്. മുഅ്മിനീങ്ങളോട് ഏറ്റവും കടുത്ത വൈരാഗ്യം, വെറുപ്പ് വെച്ച് പുലർത്തുന്നവരായി ജനങ്ങളിൽ നബിയെ താങ്കൾക്ക് യഹൂദരെ കാണാം. മുസ്ലിമീങ്ങളോട്, ഇസ്ലാമിൻ്റെ ആളുകളോട് അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാണ് യഹൂദികൾ. അത് ഓരോ മുസ്ലിമിനും ഓരോ ചെറിയ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ പാറക്കല്ലുകൾ പോലെ അല്ല, അതിനേക്കാൾ കടുത്തുറച്ചതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ കൊന്നൊടുക്കുമ്പോൾ പോലും അവരുടെ കൈകൾ വിറച്ചിട്ടില്ല, അവരുടെ കണ്ടനാടി ഇടറിയിട്ടില്ല, അവരുടെ ശബ്ദത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. നിഷ്ഠൂരം അള്ളാഹുവിൻ്റെ നബിമാരെ, അഥവാ മനുഷ്യരിൽ ഉത്കൃഷ്ടരായ ഏറ്റവും നല്ല ആളുകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വധിക്കുമ്പോൾ കൈയുറക്കാത്തവരാണ് യഹൂദികൾ. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫിലിസ്തീനിൻ്റെ മണ്ണിൽ ഓരോ കുഞ്ഞിൻ്റെയും രക്തം ധാരധാരയായി ഒഴുകുമ്പോഴും യഹൂദിയുടെ കണ്ണുകൾ നനയുകയില്ല, അവൻ്റെ കൈകൾ വിറക്കുകയില്ല, അവന് യാതൊരു പ്രയാസമോ ദുഃഖമോ വിഷമമോ ഉണ്ടാവുകയില്ല. അത് ചരിത്രം തെളിയിച്ച കാര്യമാണ്. കാലങ്ങളായി അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. നൂറ്റാണ്ടുകളായി നമുക്കത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അഥവാ മറുകക്ഷി എന്നത്, ഇറാൻ എന്നത് ഷിയ ഭരണകൂടമുള്ള ഷിയാക്കളടങ്ങുന്ന ഷീഈ രാഷ്ട്രമാണ്. ആരാണ് പ്രിയമുള്ളവരെ ഷിയാക്കൾ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന യഹൂദി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ വരികയും എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നകളുടെ വിത്ത് പാകുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തവനാണവൻ. അവൻ്റെ അസ്ൽ യഹൂദിയാണവൻ, അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന യഹൂദി. സഹോദരങ്ങളെ, തശയ്യുഅ് അഥവാ ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ സംഘം, കക്ഷി എന്നൊക്കെയാണ് അർത്ഥം പറയാറുള്ളത്. ഷിയഅത്തു അലി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അലിയുടെ ആൾ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പിന്നീട് അതിര് കവിയുകയും അദ്ദേഹത്തെ ഇലാഹാക്കുകയും അതുപോലെയുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ തകർക്കുന്ന പല വിശ്വാസ
കാര്യങ്ങൾ ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടിയപ്പോൾ അദ്ദേഹം തന്നെ അത്തരം ആളുകളെ ശിക്ഷിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഈ ഷിയാക്കളുടെ ആരംഭം തുടക്കക്കാരൻ യഹൂദിയാണെന്ന് പറഞ്ഞു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന കാര്യമാണ്. ഈ യഹൂദനുണ്ടാക്കിയ ഷീഇസം, അതിൻ്റെ വക്താക്കൾ എല്ലാ കാലത്തും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപദ്രവമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ വിശ്വാസങ്ങളിലേക്ക്, അവരുടെ അടിസ്ഥാന ആദർശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഖീദ വിശ്വാസമെന്നാൽ ഇമാമത്ത് വാദമാണ്. എന്താണ് ഇമാമത്ത് വാദമെന്നാൽ? 12 ഇമാമിങ്ങളിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളായി നമുക്ക് പഠിപ്പിച്ച ആ 5 സ്തംഭങ്ങളെ മാറ്റിമറിച്ച് അതിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു അവർ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് തുടങ്ങുന്ന ഹദീസ് നമുക്ക് സുപരിചിതമാണ്. അതേ ലഫ്ദ്, അതേ വാചകം ഉപയോഗിച്ചുകൊണ്ട് ഷിയാക്കളുടെ സഹീഹുൽ ബുഖാരി എന്ന് പറയപ്പെടുന്ന അൽ കാഫി എന്ന കീറ കിതാബിൽ അവർ ഹദീസുകളാണ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മുകളിലാണ്. അല സ്വലാത്തി വസ്സകാത്തി വസ്സൗമി വൽ ഹജ്ജ് വൽ വിലായ, നിസ്കാരത്തിന്റെ കാര്യം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. 5-മത്തത് വിലായത്താണ്. എന്താണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ? ഇമാമത്ത്, 12 ഇമാമിങ്ങളെ അനുസരിക്കൽ, അംഗീകരിക്കൽ, അവരിൽ വിശ്വസിക്കൽ. എന്താണ് ഇവിടെ കുറഞ്ഞുപോയത്? ഒന്ന് പറഞ്ഞു നോക്കൂ. ആ ഹദീസ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന ഹദീസിന്റെ ബാക്കി എന്താണ്? ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണെങ്കിൽ ആ ഷഹാദത്തിന് പകരം വിലായത്ത് കടത്തിക്കൂട്ടി. എന്നിട്ട് പറയുകയാണ്, വലം യുനാദി ബിശൈഇൻ കമാ നൂദിയ ബിൽ വിലായ, ഈ വിലായത്തിലേക്ക് വിളിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിന്റെ ബാക്കി പറഞ്ഞ മറ്റൊരു കാര്യങ്ങളിലേക്കും വിളിക്കപ്പെട്ടിട്ടില്ല. ഫഅഖദ അന്നാസു ബിഅർബഇൻ വതറകു ഹാദിഹി, എന്നാൽ ജനങ്ങൾ 4 എടുത്തു, 5-മത് പറഞ്ഞ വിലായത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. അഥവാ ഷിയാക്കളല്ലാത്ത ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ഈ 4 എടുത്തു, ഷഹാദത്തും എടുത്തു, വിലായത്ത് എടുത്തില്ല. എന്താണ് സഹോദരങ്ങളെ വിലായത്ത് എടുക്കാത്തവന്റെ അവരുടെ അടുക്കലുള്ള വിധി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറയുകയാണ്, വിലായത്ത് അംഗീകരിക്കാത്ത, വിലായത്തിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് അവരുടെ വിശ്വാസം എന്തെന്നാൽ അവർ തന്നെ പറയട്ടെ, ഫഹുവ കാഫിറുൻ, അവൻ കാഫിറൻ, ളാലുൻ, വഴികേടിലായവനാണ്, മുസ്തഹിഖുൻ ലിൽ ഖുലൂദി ഫിന്നാർ, ശാശ്വതനായി നരകത്തിൽ കിടക്കാൻ അർഹതപ്പെട്ടവനുമാണ്. ഇനി സഹോദരങ്ങളെ ചോദിക്കട്ടെ, ഇന്നത്തെ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ഖാംനെയിയെയും അതിനു മുന്നേ മരണമടഞ്ഞു പോയ ഖുമൈനിയെയും വലിയ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന ഇവിടെയുള്ള പ്രബോധനക്കാരോടും തേജസ്സുകാരോടും ഇരു സമസ്തകളോടും ചോദിക്കട്ടെ, ഈ വാദം നിങ്ങൾക്കുണ്ടോ? ഈ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മദ്രസകളിൽ ഇത് നാളെ പഠിപ്പിക്കുമോ? ചോദിക്കട്ടെ, മറുപടി പറയേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇമാമത്ത്, ഇവരുടെ ഇമാമിങ്ങളെ കുറിച്ച് സഹോദരങ്ങളെ ഇവരുടെ വിശ്വാസം എന്താണ്? ഇന്ന മിൻ ദറൂറിയാതി മദ്ഹബിന അന്ന ലിഅഇമ്മതിന മഖാമൻ മഹ്മൂദൻ ലാ യബ്ലുഹു മലകുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. നമ്മുടെ മദ്ഹബിലെ അറിയപ്പെട്ട കാര്യമാണ്, അഥവാ നിർബന്ധമായി ഓരോരുത്തരും പഠിച്ചിരിക്കൽ, അംഗീകരിക്കൽ നിർബന്ധമായ കാര്യമാണെന്ത്? നമ്മുടെ ഇമാമിങ്ങൾക്ക്, അഥവാ 12 ഇമാമിങ്ങൾക്ക് സ്തുത്യർഹമായ സ്ഥാനമുണ്ട്. അള്ളാഹുമായി ഏറ്റവും സാമീപ്യം ലഭിച്ച അള്ളാഹുവിന്റെ മലക്കുകളോ അള്ളാഹു അയച്ച ഒരു റസൂലോ പ്രവാചകനോ ആ പദവിയിലേക്ക് ഒരിക്കലും എത്തുകയില്ല. നഊദു ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, ഷിയാക്കളുടെ 1-മത്തെ വിശ്വാസമാണ് ഈ പറയുന്നത്. ഇതവരുടെ മേൽ ആരോപിക്കുന്നതല്ല, മറിച്ച് ഷിയാക്കളുടെ കിതാബുകളിൽ നിന്നാണ് ഈ വായിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, 2-മത്തെ അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ ആദർശത്തിന്റെ 2-മത്തെ അടിസ്ഥാനം എന്താണ്? സഹാബത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. അവരുടെ ആദർശത്തിൽപ്പെട്ടതാണ് നമ്മുടെ നേതാക്കന്മാരായ സഹാബികൾ
അവരിൽ 3 ആളുകൾ, അതല്ലെങ്കിൽ എണ്ണപ്പെട്ട ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കാഫിറുകളാണ് എന്നാണ് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഖിറ കിതാബിൽ അൽ കാഫിയിൽ അതാ അവർ പറയുന്നു, അബൂ ജഅഫർ എന്നവരുടെ ഒരു ഇമാമിന്റെ റിവായത്തായി കൊണ്ട് പറയുകയാണ്, കാന നാസു അഹ്ല റിദ്ദത്തിൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികളിൽ 3 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മുർത്തദ്ദുകളായിരിക്കുന്നു. ആരൊക്കെയാണ് അവർ എന്ന് ചോദിക്കപ്പെട്ടു. പേരുകൾ പറയുന്നു, അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് വഅബൂ ദർറിൽ ഗിഫാരി വസൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും. ഈ 3 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മുർത്തദ്ദുകളാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, പറയൂ, ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടെങ്കിൽ പറയൂ, എങ്ങനെ ഷിയഈ രാജ്യത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പറയാൻ സാധിക്കും? ഇന്നലകളുടെ സോഷ്യൽ മീഡിയകളിൽ എന്തൊക്കെയാണ് നാം കാണുന്നത്? ഇറാന്റെ പരമോന്നത നേതാവിനെ പാട്ടുപാടി പുകഴ്ത്തുന്നു. ഏതാണ് ഈ പാട്ടുപാടി പുകഴ്ത്തുന്ന വ്യക്തി? ഇതാ ഇത് വിശ്വസിക്കുന്നവനാണ്. നമ്മുടെ നേതാക്കന്മാരായ സഹാബികളിൽ ഏതാനും ചിലർ ഒഴിച്ചു ബാക്കി എല്ലാവരും മുർത്തദ്ദുകളാണെന്ന് പറഞ്ഞ ഈ ഷിയാക്കൾ ഇസ്ലാമിന് വിജയം നേടിത്തരുമെന്നാണോ വിശ്വസിക്കുന്നത്? ഇത് പ്രിയമുള്ളവരെ, നബിമാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് അഹ്ലുസ് സുന്നത്തിന്റെ വിശ്വാസം. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് വിശ്വാസം. പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്നാണ് വിശ്വാസം. എന്നാൽ ഈ ആളുകളുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും കാഫിറുകളാണ്. മൊത്തത്തിൽ കാഫിറുകളാക്കിയിട്ടുണ്ട്, പക്ഷേ പ്രത്യേകം എടുത്തു പറയുന്നു. മാത്രമല്ല, അവരെ ഇഷ്ടപ്പെടുന്നവരും കാഫിറുകളാണ്. പ്രബോധനക്കാരാ, തേജസ്സുകാരാ, ഷിയാക്കളുടെ കിതാബിന്റെ വെളിച്ചത്തിൽ അവരുടെ ആദർശപ്രകാരം നിങ്ങൾ കാഫിറുകളാണെന്നാണ് അവരുടെ വിശ്വാസം. എന്നിട്ട് നിങ്ങളെ തക്ഫീർ ചെയ്ത, നിങ്ങളെ കാഫിറുകളാക്കിയ, സുന്നികളായ അഥവാ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളെ മുഴുവനും കാഫിറുകളാക്കിയ ഈ ഷിയാ രാജ്യത്തിന്റെ അവരുടെ നേതാക്കന്മാരെ പുകഴ്ത്തുകയോ, എന്തൊരു അന്ധതയിലാണ് നിങ്ങൾ ചെന്നു പതിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുക. അല്ലാഹു തആല നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ആരെയാണ് നാം പാടി പുകഴ്ത്തുന്നത്? തീർന്നോ സഹോദരങ്ങളെ? അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വിരോധിച്ച ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഹ്ശാഉം മുൻകറും ബഗിയും നിങ്ങൾക്ക് നാം വിരോധിക്കുന്നു. ഫഹ്ശ എന്നാൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, അതുപോലെ തന്നെ ഹറാമുകൾ, തിന്മകൾ, അതുപോലെ മറ്റുള്ളവരോടുള്ള കടന്നുകയറ്റം. ഇത് നിങ്ങൾക്ക് മേൽ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീർ, ഷിയാക്കൾ കൊടുത്ത തഫ്സീർ എന്താണെന്ന് പ്രിയമുള്ളവരെ വായിക്കാൻ പ്രയാസമുണ്ട്. എങ്കിലും അതറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, വർത്തമാന കാലത്ത് എന്നതുകൊണ്ട് മാത്രം വായിക്കട്ടെ. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അവരതിനർത്ഥം കൊടുത്തിരിക്കുന്നു, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുൻകർ എന്ന് പറഞ്ഞാൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ബഗി എന്ന് പറഞ്ഞാൽ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. പറയൂ സഹോദരങ്ങളെ, ആരാണിവർ? ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാർ. ഇസ്ലാമിന്റെ പതാകകൾ ലോകത്ത് മുഴുവനും പാറിപ്പറക്കാൻ കാരണക്കാരനായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നോക്കൂ. തീർന്നോ? ഇനിയും അതാ അവരുടെ സ്വലാത്ത്, അവരുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്തിന്റെ ഭാഗമാണത്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ സ്വലാത്ത് ചെയ്യണേ. ശേഷമുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ പ്രിയമുള്ളവരെ? വൽഅൻ സനമൈ ഖുറൈശ് വജിബ്തൈഹിമാ വതാഗൂതൈഹിമാ വബ്നതൈഹിമാ. നീ ശപിക്കണേ റബ്ബേ ഖുറൈശികളിലെ 2 വിഗ്രഹത്തെ, ബിംബത്തെ. ആരാണവർ? അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടുപേരുമാണ്. വജിബ്തൈഹിമാ,
വതാഗൂതൈഹിമ, അതും അബൂബക്കറും ഉമറുമാണ് റളിയല്ലാഹു അൻഹുമാ. വബ്നതൈഹിമ, അവരുടെ രണ്ടു പെൺമക്കൾ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും. ഇവരുടെ മേലെല്ലാം നീ ശാപം വരുത്തി വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഷിയാക്കളെ എങ്ങനെ പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായി ചിത്രീകരിക്കാൻ സാധിക്കുന്നു? ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടോ? ഈ ഷിയാ റാഫിദുകളെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാക്കുകയോ? അവരുടെ കിതാബുകളിലുള്ള ഇതുപോലെയുള്ള ഉദ്ധരണികൾ എന്തു ചെയ്യും? ഇനി സഹോദരങ്ങളെ, തീർന്നോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊന്ന അബൂ ലുഅ്ലുഅ അൽ മജൂസി എന്നവന്റെ ഖബറത ഇറാനിൽ പൊങ്ങിക്കിടക്കുന്നു. ജാറമായി അവിടെ ആഘോഷവും ആരാധനകളും നടക്കുന്നു. അവനെ ആരാധിക്കുന്നു. എന്തിന്? നമ്മുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന്റെ പേരിൽ അവനെ ആദരിക്കുന്നു, നേതാവായി വാഴ്ത്തപ്പെടുന്നു. ഇനി സഹോദരങ്ങളെ, ആശൂറായിന്റെ അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിട്ടുകൊണ്ട് നായയെ കൊണ്ടുവരുമെന്നാണ് അവരുടെ സദസ്സുകളിൽ. എന്നിട്ട് അതിനെ ഉപദ്രവിക്കുകയും തല്ലുകയും എറിഞ്ഞ് കൊല്ലുകയും ചെയ്യുമെന്നാണ്. അതുപോലെ ആട്ടിൻ കുട്ടിയെ കൊണ്ടുവരും, ആയിഷ എന്ന് പേരിടും, അതിനെയും അടിക്കുകയും ഉപദ്രവിക്കുകയും അതിന്റെ രോമം പറിച്ചെടുക്കുകയും എന്നിട്ട് കൊല്ലുകയും ചെയ്യുമെന്ന് അവരെ കുറിച്ച് പഠിച്ച അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പറയൂ പ്രിയമുള്ളവരെ, ഇറാന്റെ നേതാക്കന്മാർ ഷിയാക്കൾ ഇസ്ലാമിന്റെ നേതാക്കന്മാരാണോ? പറയൂ. ഇസ്ലാമിന്റെ അകത്ത് മുസ്ലിമായി ഇവരെ പറയാൻ എങ്ങനെ സാധിക്കും? തീർന്നോ? മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, മൂന്നാമത്തെ അവരുടെ അടിസ്ഥാനം എന്താണെന്നറിയുമോ? നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മുടെ ഒന്നാമത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിക്കുന്നില്ല. ഫാത്തിമ മുസാഫ് എന്നാണ് അവരുടെ മുസാഫിനെ കുറിച്ച് അവർ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അതിലവർ വിശ്വസിക്കുന്നില്ല. അതിൽ ഇമാമത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ സഹാബികൾ കട്ടുമുറിച്ചു എന്നാണ്. അതുപോലെയുള്ള പലതും അവർ കട്ടുമുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്വീകാര്യോഗ്യമല്ല എന്നതാണ് വിശ്വാസം. മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹയുമായി വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും മാറിപ്പോയതാണ്, കാക്കകൾക്ക് പരസ്പരം മാറുന്നത് പോലെ എന്നാണ് അവരുടെ വിശ്വാസം. സഹോദരങ്ങളെ, തീർന്നോ? നാലാമത്തെ വിശ്വാസം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണെന്നറിയുമോ? അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല. കാരണം ഇത് റിവായത്ത് ചെയ്തു വന്ന വഴികൾ മുഴുവനും, ആ മാർഗം മുഴുവനും അവർ അടച്ചിരിക്കുന്നു. സഹാബികൾ മുഴുവനും കാഫിറുകളാണ് എന്ന് പ്രഖ്യാപിക്കലോടുകൂടി പിന്നെ എവിടുന്ന് അവർ സുന്നത്തെടുക്കും? പിന്നെ എവിടുന്ന് അവർ ഹദീസ് സ്വീകരിക്കും? അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്നൊരു കാര്യം സഹീഹുൽ ബുഖാരി അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹീഹാണെന്ന് ഇത്തിഫാഖുള്ള, യോജിപ്പുള്ള എല്ലാ കിതാബുകളും അവർ തള്ളിയിരിക്കുന്നു. മറിച്ച് അവരുടെ സഹീഹുൽ ബുഖാരി അതിനു മുകളിൽ അൽ കാഫി എന്ന കുലൈനിയുടെ ഗ്രന്ഥമാണ്. അതുപോലെയുള്ള ഷിയ പുരോഹിതന്മാരുടെ കീറ കിതാബുകളാണ് അവർക്ക് പ്രമാണം. സഹോദരങ്ങളെ, പറയൂ, എങ്ങനെ ഇവരെ നേതാക്കന്മാരാക്കും? അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തഖിയ്യത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക്. അഥവാ ഉള്ളിലൊന്നും പുറത്തൊന്നും. ഉള്ളിൽ ഒന്ന് വെച്ച് പുലർത്തുക, പുറത്ത് വേറൊന്ന് പ്രകടിപ്പിക്കുക. അതാണ് ഇന്ന് കാലങ്ങളായി ഇവിടെയുള്ള ഇരു സമസ്തകളുടെയും വേദികളിൽ പേരെടുത്ത് പറയുന്നത് കൊണ്ട് ഒരാൾക്കും പ്രയാസം തോന്നേണ്ടതില്ല. സി ഹംസ എന്ന ഷിയ ഹംസ വിലസുന്നു. പ്രിയമുള്ളവരെ, ആരാണ് ഷിയ ഹംസ? അയാളുടെ കിതാബുകൾ ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസിൽ നിന്ന്, അരീക്കോട്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശം, അവിടെ നിന്ന് പുറത്തിറങ്ങിയ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ ഖുമൈനിയെ ഇമാമായി വാഴ്ത്തുന്നു. ആരാണ് ഖുമൈനി?
ഇതാ ഈ പറഞ്ഞ വിശ്വാസം പേര് നടക്കുന്നവനാണ്. ഇമാമത്ത് വാദം സ്ഥാപിക്കുന്നു. അള്ളാഹുവിന്റെ അമ്പിയാക്കളെക്കാൾ ഇമാമുമാർ, ഇവർ പറയുന്ന 12 ഇമാമുമാർ ഏറ്റവും മുകളിലാണ് എന്ന് പറയുന്ന ഷിയയിസം പച്ച മലയാളത്തിൽ എഴുതിവിട്ട സിയംസ എന്ന ഷിയാംസ 2 സമസ്തകളുടെ വേദികളിലും ഇന്നും പ്രസംഗിച്ചു നടക്കുന്നു. സമ്മേളനങ്ങളിൽ ഉദ്ഘാടനത്തിന് വരുന്നു. അവിടെയും ഈ പറഞ്ഞ ഷിയായിസം വിളമ്പുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് തഖിയ്യത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇത് ഷിയാക്കളുടെ അടിസ്ഥാന ആദർശമാണ്. ഈ തഖിയ്യത്ത് ഇല്ലാത്തവരെ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ? വഅതിഖാദുനാ ഫിത്തഖിയ്യത്തി അന്നഹാ വാജിബ. ഇങ്ങനെ ഉള്ളിലൊന്നും പുറത്തൊന്നും കാണിക്കുക എന്നത്, അഥവാ പച്ച നിഫാഖ് കാണിക്കുക എന്നത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ്. ഇനി ഒരാൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക, അയാളുടെ വിധി എന്താ? മൻ തറകഹ കാന ബിമൻസിലതി മൻ തറക സ്വലാത. നിസ്കാരം ഉപേക്ഷിച്ച് അവന്റെ സ്ഥാനത്താണ് അവൻ പോവുക. ഏത് നിഫാഖ് ഒരാൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചാൽ അവൻ നിസ്കാരം ഉപേക്ഷിച്ചവനാണ്. സഹോദരങ്ങളെ, പറയൂ, എവിടെയാണ്, എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞ ഷിയാക്കളെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഇവരുടെ വിശ്വാസ കാര്യങ്ങളിലുള്ള, ഇവരുടെ അടിസ്ഥാന കാര്യങ്ങളിലുള്ള പിഴവുകളാണ് പ്രിയമുള്ളവരെ. ഇത് ശാഖാപരമാണോ നിങ്ങൾ പറയുക? ഇത് പരസ്പരം വട്ടമേശയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം വിട്ടുകൊടുക്കാനുള്ള ശാഖാപരമായ കാര്യമാണോ? പറയൂ. നമ്മുടെ സ്വന്തം മുമ്പയെ തെറി വിളിച്ച ഒരുവനെ നമ്മൾ ഇതുപോലെ ഇരുന്ന് പുകഴ്ത്തുമോ? ഇന്ന് ഈ ഖാംനയിയെ പുകഴ്ത്തുന്ന പ്രബോധനക്കാരോടും തേജസ്സുകാരോടും അതുപോലെ അതിന്റെ കാറ്റ് തട്ടിയവരോടും ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ, നാട്ടിലുള്ള ലോക്കൽ സംഘടനാ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇസ്ലാമിന്റെ നേതാക്കന്മാർ, ഇസ്ലാമിന്റെ പതാകവാഹകർ, നമ്മുടെ സ്വഹാബികൾ, നമ്മുടെ ഉമ്മമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, അവരെ കാഫറുകളാക്കി അവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തി ഷഹാദത്തിൽ അവർ നരകത്തിലാണ് എന്ന് പറയുന്ന, മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഷിയാക്കളെ നേതാക്കന്മാരായി കൊണ്ടുവരുന്നവരെ ചിന്തിക്കുക. ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടോ? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ഇനി ചരിത്രത്തിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഫലസ്തീനിന്റെ മണ്ണ്, ഈ പറഞ്ഞ ഇറാൻ ഷിയാക്കൾ വിജയിച്ചടക്കുമെന്നാണല്ലോ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് ഹിജ്റ 600കളിൽ അദ്ദേഹത്തിന്റെ കൈകളാൽ ബൈത്തുൽ മഖ്ദിസ് അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അന്നത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അന്ന് കുരിശുപടയാളികൾക്ക് മുസ്ലിമീങ്ങളെ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലയുടെ പട്ടാളക്കാരുടെ കൂടെ നുഴഞ്ഞു കയറി ഒറ്റുകൊടുത്തവരാണ് ഷിയാക്കൾ. ഇത് വെറുതെ പറയുന്നതല്ല. ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് എവിടെ ഉന്നമനം വരുന്നുവോ അവിടെ അതിന്റെ കടക്കൽ കത്തിവെക്കുന്നവരാണ് ഷിയാക്കൾ. എത്ര സുന്നികളായ അഥവാ അഹ്ലു സുന്നത്തിന്റെ ആളുകളെ, മുസ്ലിമീങ്ങളെയാണ് പ്രിയമുള്ളവരെ ഈ ഷിയാക്കൾ കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഇന്ന് ചില ആളുകൾ ഇസ്രായേലിൽ 2 ബോംബ് വീഴുമ്പോൾ, അവിടെ ഒരു പട്ടണത്തിൽ 3-4 ബിൽഡിംഗ് അങ്ങനെ പൊളിഞ്ഞ് തകരുമ്പോൾ പറയുകയാണ്, ഇതാ ഇസ്രായേൽ തകരുകയാണ്. ഈ 2 പേരും കൂടിയിട്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളെ നശിപ്പിച്ചത്. നിങ്ങൾക്കറിയുമോ? ഒരു ഭാഗത്ത് ഫലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി, ശരി. കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ മറന്നുപോയോ? സിറിയയിലെ എത്രയെത്ര മുസ്ലിമീങ്ങളെയാണ് ഷിയാക്കൾ കൊന്നൊടുക്കിയത്. ഈജിപ്തിലും ലബനാനിലും ഇറാഖിന്റെ മണ്ണിലും എത്രയെത്ര മുസ്ലിമീങ്ങളുടെ രക്തമാണ് ഒഴുക്കിയത് പ്രിയമുള്ളവരെ, മറന്നുപോയോ? അന്നൊന്നും ഈ പറഞ്ഞ മനുഷ്യാവകാശമില്ലേ നിങ്ങൾക്ക്? അന്നൊന്നും ഈ പറഞ്ഞ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ലേ നിങ്ങൾക്ക്? അന്ന് ഈ പറഞ്ഞവരൊന്നും മുസ്ലിം സഹോദരങ്ങളല്ലേ പ്രിയമുള്ളവരെ? ഷിയാക്കൾക്ക് വേണ്ടി പേനയുന്തുന്ന, സോഷ്യൽ മീഡിയകളിൽ എഴുതുന്ന ഇതുപോലെയുള്ള ആളുകളോട് ചോദിക്കട്ടെ, അന്ന് ഈ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ പ്രതികരിച്ചത്? നിങ്ങളുടെ പ്രസ്താവനകൾ എന്തായിരുന്നു? എന്നിട്ട് ഈ ഇറാൻ, ഈ പറഞ്ഞ ഷിയാക്കളാണ് മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകുക അല്ലേ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. വല്ലാഹി വതല്ലാഹ്, അല്ലാഹുവാണ്, ഷിയാക്കൾ ഇസ്ലാമിന് അന്തസ്സും പ്രതാപവും കൊണ്ടുവരുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സംഭവിക്കുന്നതല്ല. കാരണം അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്.
അവർ എന്നെന്നും എക്കാലഘട്ടത്തിലും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. കാരണം തുടക്കമാരാണ്? ഇത് തുടങ്ങി വെച്ചത് ആരാണ്? ഇതിന്റെ തുടക്കക്കാരൻ സഹോദരങ്ങളെ ഏറ്റവും മുസ്ലിമീങ്ങളോട് കടുത്ത വൈരാഗ്യമുള്ള യഹൂദിയാണ്. പിന്നെങ്ങനെ നല്ലത് പ്രതീക്ഷിക്കാൻ സാധിക്കും? അതുകൊണ്ട് ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യം സത്യമായി മനസ്സിലാക്കാനും അതിലായി ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, രണ്ട് അതിക്രമികളായ ഭരണകൂടങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതിൽ രണ്ടുപേരും ആരാണ് എന്ന് മുസ്ലിമീങ്ങൾ തിരിച്ചറിയുക. ഈ രണ്ടുപേരും ഒരുപോലെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപദ്രവം ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് യഹൂദികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയില്ല, ഒരൊറ്റ മുസ്ലിമും അത് ചെയ്യുകയില്ല. മറുപക്ഷത്തിരിക്കുന്ന ഇറാനിലെ ഷിയാക്കളും തത്തുല്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പ്രിയമുള്ളവരെ, ഇതിനിടയിൽ ചില തിരുമറികൾ നടക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? ഈ ഷിയാക്കളുടെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം, അവിടെ ഇസ്രായേലിൽ അവരെ പേടിപ്പിച്ചു, അവരെ വിറപ്പിച്ചു എന്നു പറയുന്നതിനിടയിൽ ചില പ്രബോധനക്കാരും തേജസിൻ്റെ ആളുകളും അതുപോലെയുള്ള ആളുകളും അറബ് രാജ്യങ്ങളിലെ മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ശബ്ദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാലങ്ങളായി ഖവാരിജുകളുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ കാറ്റ് തട്ടിയ ഈ പേര് പറയപ്പെട്ട ആളുകൾ അവരിതാ ഇന്നും ഇറാൻ അങ്ങനെ ചെയ്തില്ലേ, ഇറാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾക്കെതിരിൽ, അതുപോലെ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരിൽ ശബ്ദിക്കുന്നു, ജനങ്ങളെ ഇളക്കിവിടുന്നു. ഓരോ സാധാരണക്കാരും പറയുന്നു, സൗദി എന്ത് ചെയ്തു, സൗദിക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രിയമുള്ളവരെ, ഇതേ ചോദ്യം ഈ ഇഖ്വാനികളോട് ചോദിച്ചു, എന്തുകൊണ്ട് തുർക്കി ഇടപെടുന്നില്ല? തുർക്കിക്ക് ഇടപെടാൻ പറ്റൂല, അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ബുദ്ധിയുള്ളവരെ ചിന്തിക്കൂ, എന്തുകൊണ്ട് സൗദി അറേബ്യക്കും മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കും അതില്ലേ? പരസ്പരം കരാറിൽ കഴിയുന്ന, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഈ ആളുകൾ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ പറയുമ്പോൾ പോയി യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇനി ഇന്ത്യയിൽ പലതും സംഭവിച്ചില്ലേ? എത്ര മുസ്ലിമീങ്ങളെ ഗുജറാത്തിൽ കൊന്നൊടുക്കി. ഈ പേന ഉന്തിയവനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടവനും എവിടെയായിരുന്നു? മുസ്ലിമീങ്ങളുടെ ഉന്നമനവും മുസ്ലിമീങ്ങളുടെ സമാധാനവും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തേ പ്രതികരിച്ചില്ല? ഒരു ട്രെയിൻ കയറി പോയാൽ മതിയായിരുന്നില്ലേ? ഗുജറാത്തും ആസാമും ഡൽഹിയും മറന്നുപോയോ? സഹോദരങ്ങളെ, രാഷ്ട്രീയം പറയാനല്ല ഇത് പറഞ്ഞത്, മറിച്ച് ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഖവാരിജുകളും ഷിയാക്കളും ഇസ്ലാമിൽ നിന്ന് അകന്നുപോയ പിഴച്ച കക്ഷികളാണ്. ഖവാരിജുകൾ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപടി താഴെയാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഖവാരിജിയത്ത് നമ്മുടെ അടുക്കൽ ഉണ്ടാവാൻ പാടില്ല. മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങളെ ഇളക്കി വിടുക, അവർക്കെതിരിൽ ശബ്ദിക്കുക എന്നത് ഖവാരിജുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഭരണാധികാരികളോട് പാലിക്കേണ്ട മര്യാദകൾ നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിൽ തെറ്റുപറ്റി പോവരുത്. പിന്നെ അമേരിക്കയുടെ കാൽ കീഴിൽ പോയി മാപ്പ് പറഞ്ഞു. അമേരിക്കയുടെ വിറപ്പിക്കലിൽ പഞ്ചപുച്ഛമടക്കിയിരുന്നു എന്നൊക്കെയാണ് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ഭരണാധികാരി സൗദി അറേബ്യയോട് പറഞ്ഞു, നമ്മുടെ ആയുധങ്ങൾ അതുപോലെയുള്ള സഹകരണങ്ങൾ നാം പിൻവലിക്കും.
2 ആഴ്ചയിൽ കൂടുതൽ സൗദി അറേബ്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഇസ്സത്തുള്ള ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അമേരിക്ക രൂപീകരിക്കപ്പെടുന്നതിൻ്റെ 30 വർഷങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യ ഉണ്ട്. 30 വർഷങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രസ്താവന പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇതെന്നും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. സഹോദരങ്ങൾ, അത് പറഞ്ഞെന്തിനാണ്? ഇസ്സത്തുള്ള ഭരണാധികാരികളാണ് ഇന്ന് അറബ് നാടുകളിലുള്ളത്. മനുഷ്യ സഹജമായ മാനുഷികമായ പോരായ്മകൾ ഉണ്ടാകും. പൊതുവെ ലോകം മുഴുവൻ എടുത്തു നോക്കൂ, ഏറ്റവും നല്ല ഭരണം എവിടെയാണ്? ഈ പറഞ്ഞ എല്ലാ ഇഖ്വാനികളും പറയും അത് സൗദി അറേബ്യയിൽ തന്നെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏറ്റവും അധികം പാലിക്കുന്നത് സൗദി അറേബ്യയിൽ തന്നെ. എന്നാലും ആ ഭരണാധികാരികളെ ചീത്ത വിളിക്കും, ജനങ്ങളെ ഇളക്കിവിടും, അവരുടെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും എഴുതിവിടും, അത് ജനങ്ങളെ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പഴച്ചു പോവരുത്, അതുകൊണ്ട് തെറ്റിപ്പോവരുത്. ഞാൻ ആദ്യം വായിച്ച ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ സിറാത്തുൽ മുസ്തഖീം എന്നാൽ അഹ്ലുസുന്നത്തിന്റെ പാതയാണ്. അഥവാ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ച, നമ്മുടെ സഹാബത്ത് വന്ന, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഇമാമിങ്ങൾ വന്ന ആ മാർഗം, അതാണ് സുന്നത്ത് ജമാഅത്ത്. ഷിയാക്കളുടെ പിഴച്ച അഖീദയിലേക്കും ഇഖ്വാനികളുടെ ബിദ്അത്തുകളിലേക്കും അതുപോലെയുള്ള അപകടങ്ങളിലേക്കും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നാം ചെന്നു പതിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ നമ്മെല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ വരുന്ന എല്ലാവിധ കുതന്ത്രങ്ങളെയും അള്ളാഹു തടുക്കുമാറാവട്ടെ. അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചുവിടുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും പ്രതാപവും വിജയവും സമാധാനവും നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم شتت شملهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب